ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് DMK സഖ്യകക്ഷി വിടുതലൈ ചിരുതൈ കക്ഷി. കേസിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് വിടുതലൈ ചിരുതൈ കക്ഷി നേതാവ് തിരുമാവളവൻ ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, ഇതിൽ കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സഖ്യകക്ഷിയുടെ ആശങ്ക എന്താണ്? അനുജ, ഈ അണ്ണാ സർവകലാശാലയിൽ പീഡനത്തിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോഴാണ് ഇപ്പോൾ DMK സഖ്യകക്ഷിയായിട്ടുള്ള VCK അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തിരുമാവളവൻ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണത്തിൽ കൃത്യമായ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ ആദ്യം മുതൽ ഒരു സാർ എന്ന പെൺകുട്ടി, ഒരു സാറിനെ ഇയാൾ ഫോണിൽ വിളിച്ചു, അല്ലെങ്കിൽ ഒരു സാറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സാർ ആരാണ് എന്നുള്ള വലിയ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ആദ്യം BJP അധ്യക്ഷൻ K അണ്ണാമലൈ അത് ചോദിച്ചു. രണ്ടാമത് AIADMK നേതാക്കൾ അത് ഒന്നാകെ ചോദിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അതാ ആ ആരോപണം സ്വന്തം സഖ്യകക്ഷിയായ VCKയിൽ നിന്നുകൂടി സർക്കാരിന് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. മറിച്ച് ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഈ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലാണ്. അപ്പോൾ അവരെല്ലാം ദിവസവും ഓരോ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് ഇന്ന് കോടതി നടത്തിയത്. അതായത് വിഷയത്തിനെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ച് ഇവരൊക്കെയും കാണുന്നുണ്ട്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ കടിച്ചു തൂങ്ങിയല്ല രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തേണ്ടത് എന്നുള്ളൊരു വിമർശനം കൂടി കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ നടത്താനിരുന്ന അണ്ണാമലയുടെ റാലിക്ക്, മധുരയിൽ നടത്താനിരുന്ന റാലിക്ക് പോലീസ് അനുമതി നിഷേധിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അനുജ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.